നീറ്റ് 2025 OMR ഫൈനൽ ആൻസർ കീ എല്ലാം വന്നിരുന്ന് എല്ലാവരും അവരവരുടെ സ്കോർ എത്രയാണെന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നുണ്ടാവുക. സ്കോർ അനുസരിച്ചിട്ടുള്ള സാധ്യതകൾ അറിയാനും നമ്മൾ ഏത് കോളേജ് തിരഞ്ഞെടുക്കണം എന്ന് അറിയാനും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ക്യൂരിയോസിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് ഒരു വിധി പ്രസ്താവിക്കുക എന്നുള്ളതൊന്നുമല്ല, നിങ്ങളുടെ സാധ്യതകൾ പറയുക, അതനുസരിച്ചുള്ള പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന കാര്യം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് പ്രൈവറ്റ് കോളേജുകൾ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. MBBSന്റെ സാധ്യതകളാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്തവണത്തെ കേരള റാങ്ക് ഒരു 100ാം റാങ്കൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള കുട്ടികൾ വരുന്നത് ഏകദേശം 600 മാർക്കോ 600 മുകളിലേക്കുള്ള മാർക്കുകളോ സ്കോർ ചെയ്ത കുട്ടികളായിരിക്കും. അപ്പോൾ 600 കുട്ടികളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി കേരളത്തിലുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പോലുള്ള കേരളത്തിലുള്ള അപ്പെക്സ് കോളേജുകളോ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എയിംസുകൾ നമുക്കറിയാം. ഡൽഹി എയിംസ് മാത്രമല്ല, എയിംസ് ഭോപ്പാൽ, ഭുവനേശ്വർ, ജോധ്പൂർ, ഋഷികേശ് പോലായിട്ടുള്ള ടോപ്പ് ഒരു ഫേസ് 2 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു 10-15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ടോപ്പ് ടയറിലുള്ള എയിംസുകളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജിപ്മർ ഉണ്ട്, AFMC ഉണ്ട്, കാര്യങ്ങളുണ്ട്. സോ ഇതിനകത്ത് ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള കാര്യമായിരിക്കണം 600 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ടാവുക. ഈ 600 താഴേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു 550 മാർക്ക് വരെ, 560, 550 ആ ബോർഡറിൽ വരെ ആൾക്കാർക്ക് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ സുനിശ്ചിതമാണ്. 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും കേരളത്തിൽ കിട്ടും എന്നുള്ള കാര്യം. ഇപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ കോളേജുകൾ കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, കോട്ടയം, മഞ്ചേരി, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോന്നി, പാലക്കാട്, ഇതൊക്കെ കോളേജുകളാണ്. ഇതിനകത്ത് ഏത് ഓർഡറിലായിരിക്കണം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ ആ റേഞ്ച് ഇങ്ങനെയാണ്, ഒരു 540, 550 മുതൽ ഒരു 600 വരെയുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലെ പ്രയോറിറ്റി ഓർഡർ, അവനവന് വേണ്ട പ്രയോറിറ്റി ഓർഡർ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഒരു 550-നും ഒരു 530-നും നടുവിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും കിട്ടാൻ സാധ്യതയുള്ളത് ഓൾ ഇന്ത്യ തരത്തിലുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലേക്കായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ ഓൾ ഇന്ത്യ തരത്തിലുള്ള അഡ്മിഷൻ കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും നെയ്ബറിംഗ് ആയിട്ടുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക, അതും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശോ തെലങ്കാനയോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ. അപ്പോൾ നമ്മളുടെ മാർക്ക് ഒരു 530, 550 നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ പറയുന്ന സ്റ്റേറ്റുകളിലുള്ള വ്യത്യസ്തമായ മെഡിക്കൽ കോളേജുകൾ, ആന്ധ്രയിൽ ഏതെല്ലാമാണ്, തെലങ്കാനയിൽ ഏതെല്ലാമാണ്, തമിഴ്നാട്ടിൽ ഏതെല്ലാമാണ്, കർണാടകയിൽ ഏതെല്ലാമാണ്, ഇതിൻ്റെ ഏത് ഓർഡറിലാണ് നമ്മളിതിനെ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നാവും. അപ്പോൾ ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ കോളേജിനെ പറ്റിയിട്ടും അതിൻ്റെ ലൊക്കേഷനെ പറ്റിയിട്ടും അതിലേക്കുള്ള ട്രാവൽ ഫെസിലിറ്റികളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിശദമായിട്ട് ആലോചിച്ച് നോക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. 530 താഴേക്കുള്ള ആളുകൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ സീറ്റ് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റിൽ 530 താഴേക്ക് ഒരു 400, 490, 500 വരെയുള്ള ആൾക്കാർ, അപ്പോൾ നമ്മൾ പറയാം ഒരു 490 മുതൽ 500 വരെയുള്ള ആൾക്കാർ നിങ്ങൾ എക്സാക്ട് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു MBBS സീറ്റ് കിട്ടട്ടെ, കട്ട് ഓഫ് അത്രയധികം താഴട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ പറയട്ടെ. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് MBBS വെക്കുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള നമ്മുടെ നൈബറിംഗ് ആയിട്ടുള്ള 4 സംസ്ഥാനങ്ങളിലുള്ള സീറ്റുകളായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. അതിൻ്റെ പ്രയോറിറ്റി ഓർഡർ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, അഥവാ നിങ്ങൾക്ക് ഗവൺമെന്റ് MBBS ഒരു പോസിബിലിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ വാട്ട് ഈസ് യുവർ സെക്കൻഡ് ചോയ്സ് എന്നുള്ള കാര്യം നോക്കുക. ഇനി 490 താഴേക്കുള്ള കുട്ടികളാണെങ്കിൽ സ്റ്റിൽ MBBS സീറ്റ് കേരളത്തിൽ അല്ലെങ്കിൽ പോസിബിൾ ആണ്. അത് പോസിബിൾ ആവുന്നത് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലായിരിക്കും. വർഷത്തിൽ ഏകദേശം 9.5 ലക്ഷം രൂപ അക്കാഡമിക് ഫീസും 1.5 മുതൽ 2 ലക്ഷം വരെ മറ്റു ചെലവുകളും അടക്കം ഒരു 11 ലക്ഷം രൂപയുടെ അടുത്ത് ചെലവ് വരുന്ന തരത്തിലാണ് കേരളത്തിലുള്ള പ്രൈവറ്റ് MBBS സീറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. ചിലതെല്ലാം വളരെ പഴകിയതും വളരെയധികം പ്രവർത്തന പാരമ്പര്യമുള്ളതായിട്ടുള്ള കോളേജുകളുണ്ട്. അപ്പോൾ ഈ കോളേജുകളിൽ ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പ്രയോറിറ്റി ഓർഡർ എന്ത് ചെയ്യുക, നിങ്ങൾ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു 490-ഉം 440-നും ഇടയിലുള്ള കുട്ടികളോട് പറയാനുള്ള ആൾക്കാർ. ഇനി അതിൻ്റെയും താഴേക്കുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ബോർഡർ ലൈനിലുള്ള ആളുകൾക്ക് വീണ്ടും സെൽഫ് ഫിനാൻസിങ്ങിനുള്ള പോസിബിലിറ്റി വരുമെങ്കിലും അതിലും താഴേക്കുള്ള കുട്ടികൾക്ക് MBBS കിട്ടാൻ ഈ വർഷം സാധ്യതകൾ കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ MBBS തന്നെയാണ് വേണ്ടതെങ്കിൽ അടുത്ത വർഷത്തെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ള കാര്യങ്ങളാണ്. സോ ഞാനിപ്പോൾ ഓരോ മേഖലയിലും 600 വരെയുള്ള കുട്ടികളോടും 600 മുതൽ ഒരു 550 വരെയുള്ള കുട്ടികളോടും 550-നും 530-നും ഇടയിലുള്ള കുട്ടികളോടും 490-530-നും ഇടയിലുള്ള കുട്ടികൾ, ഇനി അതുപോലെ തന്നെ ഒരു 440 വരെയുള്ള കുട്ടികളോടൊക്കെയുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള സൂചനകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഈ പ്രയോറിറ്റി ഓർഡർ തയ്യാറാക്കുമ്പോൾ, അതായത് ഇപ്പോൾ എയിംസിലെ പ്രയോറിറ്റി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ജിപ്മറുകളുടെ പ്രയോറിറ്റി എങ്ങനെയാണ്, അതിനകത്ത് എവിടെയാണ് നമ്മൾ AFMCനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുക, കേരളത്തിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ഒരു പ്രയോറിറ്റി ഓർഡർ എങ്ങനെയാണ്, തമിഴ്നാട് കോളേജുകൾ എങ്ങനെയാണ്, കർണാടകയിലുള്ള കോളേജുകൾ, തെലങ്കാനയിലുള്ള കോളേജുകൾ, ആന്ധ്രാപ്രദേശിലെ കോളേജുകൾ, കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഇതിൻ്റെ ഒക്കെ പ്രയോറിറ്റി ഓർഡർ ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോട്ട്മെന്റ് സമയം എങ്ങനെ നമ്മൾ ചെലവഴിക്കണം, എങ്ങനെയാണ് അലോട്ട്മെന്റ് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് വിത്തിൻ 4 ദിവസത്തിനുള്ളിൽ ഒരു നീറ്റ് കോൺഫറൻസ്
കോൺഫറൻസ് എല്ലാവർക്കുമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നീറ്റ് കോൺ എന്നാണ് അതിൻ്റെ ഒരു പേരുണ്ടാവുക. നീറ്റ് കോണിന് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ച കുട്ടികൾ, ഡോപ്പയിലെ കുട്ടികളോടൊപ്പം തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച കുട്ടികൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, ആ രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. എക്സാക്ട് ഡേറ്റ് 4 ദിവസത്തിനുള്ളിൽ എന്നാണ് നമ്മൾ പറയുക. നീറ്റ് റിസൾട്ട് വരുന്ന അന്ന് തന്നെ നീറ്റ് കോണിൻ്റെ എക്സാക്ട് ഡേറ്റ് പറയുന്നുണ്ടാവും. കോഴിക്കോട് വെച്ച് ഓഫ്ലൈൻ ആയിട്ടായിരിക്കും ഇവന്റ് നടക്കുന്നുണ്ടാവുക. വരുന്ന എല്ലാവർക്കും നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ പ്രയോറിറ്റി ഓർഡറുകളും അതിനുള്ള എല്ലാ സാധ്യതകളും വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് തരികയും പ്രയോറിറ്റി ഓർഡറുകൾ നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് കയ്യിലേക്ക് തരാനുള്ള സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഓരോ കോളേജുകളും, ഓരോ എയിംസുകളിലും, ഓരോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും, തമിഴ്നാട് കോളേജുകളിലും, കർണാടക കോളേജിലൊക്കെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇതിനകത്തേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി ഓർഡർ എടുക്കുമ്പോൾ ഈ നമ്പറുകളെല്ലാം വിളിച്ച് അവരുടെയൊക്കെ ഗ്രൂപ്പുകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള തമിഴ്നാട് അലോട്ട്മെൻറ്റ് ഗ്രൂപ്പുകൾ, കർണാടക അലോട്ട്മെൻറ്റ് ഗ്രൂപ്പുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒന്ന് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളൊരു ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് നീറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങളൊരു നീറ്റ് ആസ്പിരൻ്റ് ആണ്, ഈ വർഷത്തെ MBBS അഡ്മിഷൻ പ്രൈവറ്റ് സെക്ടറിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ കേരളത്തിലോ എയിംസുകളിലോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വി വിൽ മീറ്റ് യു ഡയറക്ട്ലി ആൻഡ് വിൽ ഗൈഡ് യു ത്രൂ ഔട്ട് ദ അഡ്മിഷൻ പ്രോസസ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള കാര്യം. സോ നീറ്റ് കോൺ 2025 വിൽ ബി ഹാപ്പനിങ് വിത്തിൻ 4 days ഓഫ് നീറ്റ് റിസൾട്ട്സ്. വിൽ സീ യു അറ്റ് ദ നീറ്റ് കോൺ പേജ്. രജിസ്ട്രേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ടുണ്ടാവും. അതിലേക്ക് രജിസ്റ്റർ ചെയ്യുക ആൻഡ് വിൽ സീ യു ദെയർ.